പ്രിയമുള്ളവരെ, ഈ വർഷം മെയ് മാസം 3-ാം തീയതി ശനിയാഴ്ച കരുണയുടെ മാതാവിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഈസ്റ്റർ കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന പുതുഞായറാഴ്ച, നാം കരുണയുടെ ഈശോയുടെ തിരുനാൾ ആഘോഷിച്ചുവെങ്കിൽ തുടർന്ന് വരുന്ന ശനിയാഴ്ചയാണ് കരുണയുടെ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുക. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കാരുണ്യമെന്നത് ഈശോമിശിഹായാണ്. മനുഷ്യകുലത്തോട് ദൈവം കാട്ടിയ ഏറ്റവും വലിയ കാരുണ്യം ഈശോമിശിഹായാണ്. ആ ഈശോമിശിഹ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പരിശുദ്ധ കന്യകാമാതാവിലൂടെയാണ്. ആ അമ്മയിലൂടെ, ഒരു കണ്ണാടിച്ചില്ലിലൂടെ എന്നതുപോലെ ദൈവകരുണയുടെ പ്രകാശം പ്രവാഹമായി മനുഷ്യകുലത്തിലേക്ക് ഒഴുകുന്നു എന്ന് വിശ്വസിക്കുന്നത് തികച്ചും ന്യായവും യുക്തവും. അതുകൊണ്ടാണ് ഈ ദൈവകരുണയുടെ തിരുനാളിനോട് അനുബന്ധിച്ച് ദൈവകരുണയുടെ മാതാവിൻ്റെ തിരുനാളും നാം ആഘോഷിക്കുക. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളത് തിരുസഭയുടെ പരമ്പരാഗത വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്കറിയാം. അതോടൊപ്പം നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥവും ഈ കരുണയുടെ മാതാവിൻ്റെ തിരുനാളിൻ്റെ ചിന്താവിഷയമായി നാം ധ്യാനിക്കേണ്ടതാണ്. നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥവും കരുണയുടെ മാതാവായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സാന്നിധ്യവും വഴി ഈശോയുടെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമുക്കൊരുക്കുന്ന കൃപയുടെ ദിനമാണ് കരുണയുടെ മാതാവിൻ്റെ തിരുനാൾ. ഈ പുണ്യദിനത്തിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. കരുണയുടെ അമ്മ സ്വർഗത്തിൽ നിന്ന് കാരുണ്യത്തിൻ്റെ മൂർത്തീഭാവമായ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കായി പ്രാപിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്ക് സ്തുതി. കരുണയുടെ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നേക്കും വണക്കമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിന് എന്നും സകല ജനപദങ്ങളിലും വണക്കം ഉണ്ടാകുമാറാകട്ടെ.